പേരെന്താ? എന്റെ പേര് പോലും നിങ്ങൾക്ക് അറിയില്ലാന്ന് എന്നെ കല്യാണം കഴിച്ചപ്പോ നിങ്ങൾ ഓർത്തില്ലേ? ഇനിയിപ്പോ എന്റെ പേര് നാളും ഒന്ന് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ വെറുതെ മെനക്കെടണ്ട. നിങ്ങളൊരു മാന്യതയുള്ള മനുഷ്യനായിരുന്നെങ്കിലേ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് എന്റെ അഭിപ്രായം ഒന്ന് ചോദിച്ചേനെ. എനിക്ക് സമ്മതമാണെന്നെങ്കിലും ഒന്ന് ചോദിച്ചേനെ. എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എന്നെ കയറി കല്യാണം കഴിച്ചിട്ട് അല്ല, അത് എന്റെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ വന്നേക്കരുത്. എന്നെ കുറിച്ചൊന്നും അറിയാൻ വേണ്ട. മോളെ, മോക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അവന്റെ കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ ബന്ധുക്കളും അയൽവക്കത്തുള്ളവരും ഞങ്ങൾ എല്ലാവരും ഞെട്ടിയിരിക്കുക. കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണത്തിന് പോയവൻ കല്യാണപ്പെടിനെ കൊണ്ട് വന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞെട്ടാതിരിക്കുവോ? കല്യാണത്തിന് മുമ്പ് എന്നോട് ആരും അഭിപ്രായം ചോദിച്ചില്ല. എന്റെ ആങ്ങളെ പറഞ്ഞു എന്ന് കരുതിയിട്ട് എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ? അത് പിന്നെ മോളെ, കല്യാണം നടക്കൂലെന്ന് ചെറുക്കന്റെ വീട്ടുകാർ വന്ന് പറഞ്ഞിട്ട് പിന്നെ മോളുടെ ബന്ധുക്കളുടെയും എല്ലാവരുടെയും സങ്കടം കണ്ടിട്ട്, മോളുടെ വീട്ടുകാരുടെ സങ്കടം കണ്ടിട്ടല്ലേ അവൻ മോളെ കല്യാണം കഴിച്ചത്. കല്യാണം നിന്നു പോകും, അത്രയല്ലേ ഉള്ളൂ. വേറൊന്നും സംഭവിക്കൂലായിരുന്നല്ലോ. കൊച്ചെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്ക്. എത്രയായിട്ടും പറ്റുന്നില്ലാതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാം. മോളൊന്ന് ശ്രമിച്ചു നോക്ക് കേട്ടോ. അല്ലാതെ ഇപ്പൊ അമ്മ എന്താ മോളോട് പറയേണ്ടത്? പിന്നെ ഒരു കാര്യം അമ്മ പറയാം, ഇവിടെ ഉള്ളവരൊക്കെ നല്ല സ്നേഹമുള്ളവരാ. ഇവിടെ ഞാനും മോനും മാത്രമേ ഉള്ളൂ. അവരുടെ അനിയത്തി ഉള്ളതിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കുവാ. അവളൊക്കെ ആയാലും നല്ല സ്നേഹമുള്ളവരാ. ഇവിടെ ഉള്ളവർ മാത്രമല്ല മോളെ, ഇവിടെ അയൽവക്കത്തുള്ളവരായാലും ഒത്തിരി നല്ല മനുഷ്യരാ. എന്താ നല്ലൊരാൾക്കാരുള്ളൊരു പ്രദേശമാ ഇത്. അയ്യോ, എന്റെ ഈശ്വരാ, ഇതാണ് പുതിയ പെണ്ണ്. അവൻ എന്ത് ചേച്ചി ആ കള്ളൻ? രജനിയാ, ഇവിടെ തൊട്ടടുത്ത വീട്ടിലുള്ളതാ. അവൻ ഡ്യൂട്ടിക്ക് പോയടി. ഡ്യൂട്ടിക്ക് പോയോ? ഇന്നലെ കല്യാണം കഴിഞ്ഞിട്ട് അവൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോയോ? എന്തിനാ കുഞ്ഞ് അവനെ വിട്ടത്? പോകണ്ടെന്ന് പറയത്തില്ലായിരുന്നോ? ഷോ, അവൻ അങ്ങനെയാന്നേ. വീട് ഓഫീസ്, വീട് ഓഫീസ്, അങ്ങനെയാ. ഞങ്ങൾക്കൊക്കെ അവനെ ഭയങ്കര ജീവനാ കേട്ടോ. കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ കൂട്ടുകാരുടെ കറങ്ങാൻ പോക്കോ ദുശീലങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇതവൻ ചെയ്തത് മോശമായി പോയി ചേച്ചി. ഈ പെൺകൊച്ചിനെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകണ്ടേ? ഹണിമൂണിനൊക്കെ പോകണ്ടേ? ഷോ, ഇന്ന് അവൻ ഡ്യൂട്ടിക്ക് പോയേക്കുന്നു. ഈ കാര്യത്തിൽ ഞാൻ എന്തായാലും അവന്റെ വശത്തല്ല. ഷോ, മോളെന്താ മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ പറ. അതിന് ഞാനൊന്നും മിണ്ടാതിരിക്കണ്ടേ അല്ലേ? ഷോ, മോളുടെ വീട് എവിടെയാ? മോളുടെ പേരെന്താ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ജോലിയുണ്ടോ? എന്റെ പൊന്ന് രജനി, നീ ഒന്ന് ശ്വാസം വിട്, എന്നിട്ട് പറ. നീ ഇങ്ങോട്ട് വന്നേ. ചേച്ചി, ഞങ്ങൾ പരിചയപ്പെടട്ടെ, എന്നിട്ട് വരാം. എടി, പരിചയപ്പെടാം. നീ ഇങ്ങോട്ടൊന്ന് വാ. ഉം, വരാവേ. എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്തൊരു കഷ്ടം എന്റെ ദൈവമേ. എന്റെ ജീവിതം എന്തൊക്കെ രീതിയിലാ പോകുന്നത്. എനിക്ക് വയ്യ. എന്താ ചേച്ചി, ഞാൻ പെങ്കൊച്ചിനെ ഒന്ന് പരിചയപ്പെട്ടില്ലെന്നേ? എന്റെ പൊന്ന് രജനി, ആ പെണ്ണിന് എന്റെ ചെറുക്കനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല ചെറുക്കൻ കല്യാണം കഴിച്ച ആ പെണ്ണിനെ കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. മുഹൂർത്തത്തിന് 1.5 മണിക്കൂർ മുമ്പാണ് ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് പറയുന്നത് ചെറുക്കൻ കാമുകി പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. ഈ പെണ്ണിനെ ബ്യൂട്ടീഷ്യൻ ഒരുക്കി പകുതി ആയെന്നേ. തലയിൽ മുല്ലപ്പൂ ചുറ്റിക്കൊണ്ടിരുന്നപ്പോഴാ പറയുന്നത് കല്യാണം നടക്കുകയായിരുന്നു. എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? ചെറുക്കന്റെ ഉറ്റ കൂട്ടുകാരനാണല്ലോ എന്റെ മോൻ. അവന്റെ കരഞ്ഞ് പറഞ്ഞപ്പോ ഇവൻ മുന്നും പിന്നെ നോക്കാതെ ഈ പെണ്ണിനെ അങ്ങ് കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോരുകയും ചെയ്തു. അപ്പൊ പെൺകൊച്ചിന് നമ്മുടെ ചെറുക്കനെ ഇഷ്ടമല്ലേ? ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് അവളുടെ വർത്തമാനത്തിൽ എനിക്ക് തോന്നുന്നത്. അവളുടെ സമ്മതം ചോദിക്കാതെ കല്യാണം കഴിച്ചത് പോലും. അത് പിന്നെ കല്യാണം ഉറപ്പിച്ച് ചെറുക്കനെ ഭർത്താവായിട്ട് അങ്ങോട്ട് മനസ്സിൽ ഉറപ്പിച്ചേച്ച് പിന്നെ വേറൊരു ചെറുക്കനെ കല്യാണം കഴിക്കാൻ പെട്ടെന്ന് പറഞ്ഞതല്ലേ? അതുകൊണ്ടായിരിക്കും. അയ്യോ, ഇനിയിപ്പോ എന്താ ചേച്ചി നമ്മൾ ചെയ്യുവാ? എനിക്ക് അറിയത്തില്ല എന്റെ പൊന്നു പെണ്ണെ, എന്താ ചെയ്യണ്ടേന്ന്. ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് നന്നായി. ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഓവറാക്കി ചളവാക്കിയേനെ. ഷോ, അതല്ല ചേച്ചി, നമ്മുടെ വിജി ചേച്ചിയും മോളി ചേച്ചിയും പിന്നെ നമ്മുടെ ശ്യാമേച്ചിയും എല്ലാം പെണ്ണിനെ കാണാൻ വേണ്ടിട്ട് വരാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട്. ഓ, എല്ലാരും എന്നെ ഫോണ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കല്യാണം നടന്നിട്ട് എല്ലാരും എന്നെ സമാധാനിപ്പിക്കുകയും ചെയ്തേ. നമ്മുടെ അവ അത്രയും സ്നേഹത്തോടെ കഴിയുന്ന അയൽവക്കക്കാരല്ലേ. നീ ഒന്ന് പറ അവരോട്, ഞാൻ പറഞ്ഞിട്ട് വന്നാ മതിയെന്ന്. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്ത് പറയാൻ വേണ്ടിട്ടാ? ഇപ്പൊ വന്നിട്ട് ഈ പെങ്കൊച്ച് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്ക്. അതുകൊണ്ടാ, എനിക്ക് അറിയത്തില്ല എന്താ ചെയ്യണ്ടേന്ന്. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ശോ, വല്ലാത്തൊരു കഷ്ടമായി പോയി. ഈ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം നമ്മുടെ ചെറുക്കനെ വേണം, നല്ല ഭംഗിയല്ലേ, പിന്നെ നല്ല ജോലിയുണ്ട്, സാമ്പത്തികമായിട്ടും കുഴപ്പമില്ല. പക്ഷെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കുവേ, ഈ പറഞ്ഞ പോലെ. ഓ, നിന്റെ മോൻ ഞങ്ങൾ ആരും അറിയാതെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് ഇങ്ങ് പോന്നു അല്ലേ? എന്നിട്ട് പെണ്ണവിടെ?
പെണ്ണെവിടെ പെണ്ണെവിടെ, പെണ്ണിനെ വിളി വിളി വിളി, പെണ്ണിനെ വിളിക്കടി. ശോ, ഈ നാത്തു. മോളെ, മോളെ. ആ മോളെ, ഇത് പ്രവീണിന്റെ അമ്മായിയാ, എന്റെ മൂത്ത ആങ്ങളുടെ ഭാര്യ. ഉം ഇതാണ് പെണ്ണ്. നീ കൊള്ളാലോടി പെങ്കൊച്ചെ. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയും അനിയനും പിന്നെ ഒരു ചേട്ടനും ഉണ്ട്. ഏതമ്മ? നിന്റെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചുകൊണ്ട് വന്നവള് നിന്റെ അമ്മയാകുന്നത് എങ്ങനെയാ? നിന്നെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എടുത്തിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എല്ലാം ഞാൻ അറിഞ്ഞു. ഇവളുടെ അമ്മ മരിച്ചു പോയതാ, അറ്റാക്കായിരുന്നെന്ന്. ആ 6 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇവളുടെ അപ്പം വേറെ കല്യാണം കഴിച്ചു. അതിനകത്ത് ഒരു മോനും ഉണ്ട്. ഇപ്പൊ +2 ചെറുക്കം പഠിക്കുക. ഇവളും ഇവളുടെ മൂത്ത ചേട്ടനുമാണ് ആദ്യത്തെ കുടിയിലുള്ളത്. സാമ്പത്തികമായിട്ട് ഒന്നുമില്ല കുടുംബത്ത്. ഒരു ഓടിട്ട വീടങ്ങാട്ടുണ്ട്, ഒരു ചെറിയ വീട്. സ്വർണ്ണമൊന്നും കൊണ്ട് കിട്ടിയൊന്നുമില്ലല്ലോ. എല്ലാം തന്നോടി വീട്ടിൽ നിന്ന്. എന്നെ കെട്ടണമെന്നും പറഞ്ഞ് ഞാൻ ആരുടെയും പുറകെ നടന്നില്ല. എന്നോടൊരു വാക്ക് ചോദിക്കാതെയാണ് എന്നെ കെട്ടിയത്. ആ, അത് കൊള്ളാലോ. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ എന്തിനാ ഈ കഴുത്തും നീട്ടിപ്പിടിച്ച് അവന്റെ മുമ്പിൽ കെട്ടാൻ വേണ്ടിട്ട് നിന്നു കൊടുത്തത്? ഏ ഒന്നും അറിയാണ്ട് തന്നെയാ അല്ലേ? നല്ല ഒന്നാന്തരം പഠിപ്പും വിവരമുള്ള നല്ല ജോലിക്കാരൻ. കുടുംബത്ത് ഇഷ്ടം പോലെ സ്വത്തും ഉണ്ട്, മുതലും ഉണ്ട്, പറമ്പും ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ നീ കല്യാണത്തിന് സമ്മതിച്ചത്? അയ്യേ ചേച്ചി, എന്താ ഇത്? ഞാൻ പറയൂടി, എനിക്ക് തള്ളമുണ്ട്, ഞാൻ പറയും. ഹോ, ഇവിടെ കെട്ടാൻ വേണ്ടിട്ട് കല്യാണം ഉറപ്പിച്ച് ചേർക്കനില്ലേ, അവനൊരു ലോറി ഡ്രൈവർ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ചപ്പോ അറിഞ്ഞത്. ഇതിപ്പോ ഇവക്ക് കോളടിച്ചില്ലേ? ഒരു തേങ്ങയും മാങ്ങയും ഇല്ല വീട്ടില്. കൈയും വീശിങ് വന്ന് നല്ല ജോലിക്കാരനെ കിട്ടിയില്ലേ? എന്നിട്ട് അവളുടെ സമ്മതത്തോടെ അല്ലെന്ന് കല്യാണം നടന്നത്. കഴുത്ത് നീട്ടിപ്പിടിച്ച് ചെറുക്കന്റെ മുന്നിൽ പോയി നിന്നേച്ചിട്ട് അവളൊന്നും അറിഞ്ഞിട്ടില്ല. കുഞ്ഞുവാവ ഉറങ്ങിക്കിടക്കുമ്പോഴാ താലി കിട്ടിയത്. ഓ, വെറുതെ അനാവശ്യം പറയാൻ നിൽക്കരുത്. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്റെ പൊന്നു ചേച്ചി, ചേച്ചി എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? ആ പെങ്കൊച്ചിന് ഒന്നും അറിയത്തില്ല. ഒന്നും അറിഞ്ഞോട്ടൊന്നും അല്ല അത് കല്യാണത്തിന് സമ്മതിച്ചത്. സമ്മതിച്ചിട്ടും അല്ല, ഈ ചെറുക്കൻ ഇങ്ങ് കെട്ടിക്കൊണ്ട് പോകുന്നില്ലേ. ഇതേ കുറഞ്ഞ പുള്ളിയൊന്നും അല്ല. അവളുടെ ആ നിപ്പും നോട്ടം, ആ കേറിപ്പോക്കൊക്കെ കണ്ടോ? ഹാ ഒന്നും ഇല്ലാത്തടത്ത് കാണും കുറച്ച് അഹങ്കാരം കൂടുതൽ. ഇത് കുറെ നിങ്ങളെ ഇട്ട് വട്ടക്കൊട്ട വെള്ളം കോരിക്കും മോളെ. എനിക്കൊന്നും അറിയത്തില്ല. മോളെ, മോള് വിഷമിക്കണ്ട. ഈ അമ്മായി ഒരു പ്രത്യേക ടൈപ്പാ. ഞാൻ നല്ല വഴക്കും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ദേഷ്യം പിടിച്ചാ പോയെ. പോട്ടെ. മോളുടെ സങ്കടം അമ്മയ്ക്ക് മനസ്സിലാവും. മോക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ നാളെ തന്നെ അമ്മ മോളുടെ വീട്ടിൽ കൊണ്ടുവിടാം. അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മാപ്പും പറഞ്ഞ് ഞാൻ തന്നെ മോളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാം. മോളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറൊരാളെ ഭർത്താവിന്റെ സ്ഥാനത്ത് കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെയായപ്പോ. അമ്മ അങ്ങനെയല്ല, അമ്മ വിചാരിക്കുന്ന പോലെയല്ല. എനിക്ക് കല്യാണത്തിനേ സമ്മതമായിരുന്നില്ല. അമ്മയ്ക്കറിയോ, 10ാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. +2 ഉണ്ടായിരുന്നു. ഡിഗ്രി ആണെങ്കിൽ ഞാൻ പാസ്സായത് ഡിസ്റ്റിങ്ഷൻ മാർക്കോട് കൂടിയിട്ടാ. പഠിക്കണം എന്ന് എനിക്ക് എന്ത് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നറിയോ? എന്നെ കെട്ടിക്കില്ലേന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞതാ. പക്ഷെ കേട്ടില്ല. പഠിച്ചൊരു ജോലി വാങ്ങണമെന്ന് എനിക്ക് അത്രയ്ക്കും ആഗ്രഹമായിരുന്നു. അല്ല മോളെ, അപ്പം മോളുടെ കല്യാണം നടത്താൻ പോയതോ? കല്യാണം ഉറപ്പിച്ച്? രണ്ടാനമ്മയല്ലേ, സ്വന്തം അമ്മയെ പോലെ ആവൂലല്ലോ. അവർക്ക് എങ്ങനെയെങ്കിലും എന്നെ കല്യാണം കഴിപ്പിച്ചൊന്ന് ഒഴിവാക്കി വിട്ടാൽ മതിയായിരുന്നു. ആരുടെയും തലയിൽ എന്നെ കെട്ടിവെക്കണം, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ബന്ധത്തിലുള്ള ഒരു ലോറി ഡ്രൈവർ അയാള്, മഹാ തെമ്മാടിയാ. അയാളെ കൊണ്ട് എന്നെ കല്യാണം ഉറപ്പിച്ചത്. അല്ല, അപ്പൊ അവൻ കാമുകിയോട് ഒളിച്ചോടി പോയതല്ലേ? കാമുകിയോ? അയാൾക്കോ? അയാളെ ഒന്നും ആരും ഇഷ്ടപ്പെടത്തില്ല അമ്മ. അയാളെ മയക്കുമരുന്നിനെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയതാ. കല്യാണത്തിന് മുമ്പും കൂടി ഏതോ കൂട്ടുകാരന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാ, കൊടുത്ത് ഏൽപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ കല്യാണം മുടങ്ങിയത്. കല്യാണം മുടങ്ങിയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിച്ചിരിക്കുവായിരുന്നു. മോളെ വിഷമിക്കണ്ട, പഠിക്കാൻ വിടാന്നൊക്കെ അച്ഛൻ പറഞ്ഞായിരുന്നു അതിനിടയ്ക്ക്. അപ്പോൾ അമ്മയുടെ മോൻ വന്ന് എന്നെ കല്യാണം കഴിച്ചത്. വീണ്ടും എന്റെ പ്രതീക്ഷകളെല്ലാം പോയി. അപ്പൊ അത്രേ ഉള്ളായിരുന്നോ? എല്ലാവർക്കും ഇത് നിസ്സാരമാ. എന്റെ ഉള്ളിലെ പഠിക്കാനുള്ള ആഗ്രഹവും ഒരു ജോലി വാങ്ങാനുള്ള കൊതിയൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല. മോക്കിപ്പൊ എന്താ വേണ്ടേ? പഠിച്ചൊരു ജോലി വാങ്ങണം, അത്രയല്ലേ ഉള്ളൂ. അതല്ലേ മോളുടെ സങ്കടം? മോള് പഠിച്ചോ, എന്തോരം വേണേലും പഠിച്ചോ. എനിക്ക് പിള്ളേർ എത്രത്തോളം പഠിക്കുന്നോ എനിക്ക് അത്രയും ഇഷ്ടമാ. പഠിപ്പിക്കാനൊന്നും ഒരു പ്രശ്നമില്ല. ഇതായിരുന്നു മോളുടെ സങ്കടം, അത് പറയണ്ടേ? മോൾ എന്താ പഠിക്കണ്ടേന്ന് വെച്ചാൽ പഠിച്ചോ, ജോലിയാക്കിക്കോ. നിന്നെ ഇനി പഠിപ്പിച്ച് ജോലിക്കാരി ആക്കിയിട്ടേ ഉള്ളൂ വേറെ കാര്യം. കേട്ടാ പറഞ്ഞത്? സത്യമാണോ അമ്മ പറഞ്ഞത്? സത്യമായിട്ട് എന്നെ പഠിക്കാൻ വിടുവോ? ഇത് ഞാൻ തരുന്ന വാക്കാ, കേട്ടോ. ഇപ്പൊ പഠിക്കുന്ന കാര്യം മാത്രം ഇനി ചിന്തിച്ചാൽ മതി. സമാധാനായോ? ഇപ്പൊ കൊണ്ടുവിടണ്ടല്ലോ.
എന്നാ പിന്നെ എഴുന്നേറ്റ് വാ, ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ വാ. ഉം. എന്റെ പൊന്നു മോളെ, അവൻ പോയി. ഇനിയിപ്പോ നീ ബസ് കയറി പോകണ്ടേ? അവനോട് ഞാൻ പറഞ്ഞു ഇച്ചിരി നേരം കൂടെ നിൽക്കാൻ വേണ്ടി, അന്നേരം അവര് ലേറ്റ് ആവും പറഞ്ഞു പോയി. അത് സാരമില്ലമ്മേ, ചേട്ടന് നേരത്തെ എത്തേണ്ടതല്ലേ, കുറെ ദൂരം പോവാനും ഇല്ലേ. ഉം. നിന്നോട് ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ ഡ്രൈവിംഗ് പഠിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ അവന്റെ കാല് പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പോവോ വരുവോ ഒക്കെ ചെയ്യത്തില്ലായിരുന്നു നിന്റെ സൗകര്യത്തിന്. ആ, ഡ്രൈവിംഗ് പഠിക്കാമേ, സമയം കിട്ടണ്ടേ എല്ലാത്തിനും കൂടി. പോട്ടെ, കൊച്ച് എഴുന്നേറ്റിട്ടില്ല. ആ ശരി, നീ പോ. ആ, രജനി മുത്തേ, ഞാൻ പോട്ടെ, വൈകുന്നേരം കാണാം. ബൈ. ഓക്കെ, പോയിട്ട് വാ. എന്റെ ചേച്ചിയുടെ മകന്റെ കല്യാണം കഴിഞ്ഞ സമയത്തെ കാര്യം ഞാനങ്ങനെ ഓർത്തു പോവുക. എത്ര പെട്ടെന്ന് 5 വർഷമായത് അല്ലേ. ഉം. മിടുക്കിയ, നല്ലോണം പഠിക്കുന്ന പെങ്കൊച്ചല്ലായിരുന്നോ? അതിനെ പഠിപ്പിക്കാതെ പിടിച്ച് കെട്ടിക്കാൻ പോയിട്ട് ഭാഗ്യം കൊണ്ടാ എന്റെ മകന്റെ കൈ കിട്ടിയത്. മിടുക്കിയായിട്ട് അവള് പഠിച്ച് നല്ല മാർക്കോടെ ജയിക്കുകയും ചെയ്തു, ജോലിയും വാങ്ങിയില്ലേ. അതെ അതെ, ജോലിയും മേടിച്ചു, അതിനിടയ്ക്ക് പ്രസവിക്കുകയും ചെയ്തു, കൊച്ചിനിപ്പോ 1 വയസ്സുമായി. അവരുടെ വീട്ടുകാരൊക്കെ ഈ രണ്ടാനമ്മയൊക്കെ അല്ലേ, വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുവോ ചേച്ചി? ഒരു ദിവസം ഇങ്ങനെ വരുന്ന കണ്ടായിരുന്നു. ആ, രണ്ടാനമ്മയും പിന്നെ അച്ഛനും ആങ്ങളമാരൊക്കെ അവളെ അങ്ങോട്ട് വിളിക്കും. ഇവള് പോകാറൊന്നുമില്ല, അവൾക്ക് പോകാൻ താല്പര്യമേ ഇല്ല. ഞാൻ ഉന്തി പറഞ്ഞു വിട്ടാലും പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. പിന്നെ അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും കാണാൻ വേണ്ടിയിട്ട്. പ്രസവിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിളിച്ചതല്ലേ. ഞാൻ പിന്നെ വിട്ടില്ല, ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ഓർത്തു. എന്തിയെ കുഞ്ഞിച്ചെറുക്കൻ ഉറങ്ങുവല്ലേ? ആ, ഉറങ്ങുവാ.